നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശിവൻകുട്ടിയൊക്കെ എന്തൊക്കെയല്ലേ കാണിക്കുന്നത്? ശിവൻകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലൊരു തുറന്ന പോരിലേക്ക് പോവുകയാണ്. അതിനിടയിൽ അതിനെക്കാട്ടി വലിയൊരു സംഭവം ഇപ്പോൾ നടക്കുകയാണ്. ഈ PM ശ്രീ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ആദ്യമൊക്കെ PM ശ്രീയെ കുറിച്ച് പറയുമ്പോൾ അധികം ആരും അങ്ങനെ കാര്യമാക്കി എടുത്തില്ല. എന്നാൽ പിന്നീടാണ് അതിൽ ഗൗരവമുണ്ട് എന്ന് മനസ്സിലാക്കുകയും ഹമ്പട ഇങ്ങനെ ഈ CPM ഇത്രയും പെട്ടെന്ന് കാലുമാറുന്ന ടീമായിരുന്നു എന്നൊക്കെ പറയുന്നത്. അതായത് നല്ലത് നടക്കേണ്ട കാര്യം പിന്നെ എന്തേ ഇവർ ഇത്രയും നാൾ വൈകി എന്നുണ്ടല്ലോ. വിദ്യാർത്ഥികൾക്ക് ഇത്രയും മെച്ചമുള്ള കാര്യമായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും വൈകി എന്ന ചോദ്യവും കൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായിരിക്കാം പെട്ടെന്നുള്ള ഒരു മലക്കം മറിച്ചിൽ കാരണം? ഇനി CPIയുടെ നീക്കം നിർണായകം തന്നെയല്ലേ? എന്തായാലും തിങ്കളാഴ്ചയോടുകൂടി നെല്ലും പതിരും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എങ്ങനെ വിലയിരുത്താം ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തെ? അതെ, ഇപ്പോൾ PM ശ്രീയുടെ ഞങ്ങൾക്ക് നയമാണ് വലുത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആശയമല്ല വലുത്, ദേശീയ നയം ഞങ്ങൾ ഇവിടെ കൊണ്ടുവരും എന്ന് ഘോരഘോരം ഗോവിന്ദ മാഷും അല്ലെങ്കിൽ ഈ പറയുന്ന ശിവൻകുട്ടിയൊക്കെ പറയുമ്പോൾ ഈ നയം എന്തുകൊണ്ട് നേരത്തെ നടപ്പിലാക്കി 3 വർഷമല്ലേ പോയത്? കുട്ടികളുടെ അതായത് അവരുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നതിൽ ആണല്ലോ ഏറ്റവും പ്രധാനം. അപ്പോൾ അവരെ വെട്ടിലാക്കിക്കൊണ്ട് എന്തുകൊണ്ട് 3 വർഷം മുമ്പ് നടപ്പിലാക്കിയില്ല എന്നിപ്പോൾ ജനം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഇത്ര നല്ല കാര്യമാണെന്നുണ്ടെങ്കിൽ ആദ്യമേ അറിയാമല്ലോ. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കാം, ഇതിൻ്റെ എഗ്രിമെൻ്റ് എങ്ങനെയാണെന്നുള്ള പരിശോധിക്കാം. ഇത് അന്ന് തെറ്റായിട്ട് തോന്നി, ഇന്ന് എങ്ങനെയാണ് ദേശീയ വിദ്യാഭ്യാസ നയം ശരിയായിട്ട് തോന്നുന്നത് എന്ന് ജനം സംശയാസ്പദമായിട്ടുള്ള രീതി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെട്ടിലായിരിക്കുന്ന CPI ആണ്. നമ്മളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ പുല്ല് വില പോട്ട് പട്ടിയുടെ വില പോലും കൊടുക്കാത്ത CPI പാർട്ടിയാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത്. പക്ഷേ CPI എന്ന് പറയുന്നത് CPMൻ്റെ ഏറ്റവും രണ്ടാമത്തെ കക്ഷിയാണ്. ഏകദേശം 14 MLA-മാരും 4 മന്ത്രിമാരുമുള്ള CPI എന്ന് പറയുന്ന പാർട്ടി ഒരുപക്ഷെ CPMൻ്റെ തിരുത്തൽ പാർട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് ഏറെ നാളുകളായിട്ട് അവിടെയും വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കൊല്ലത്തുണ്ടായ സമ്മേളനത്തിൽ കൃത്യമായിട്ട് അണികൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് CPI തിരുത്തൽ പാർട്ടിയല്ല, CPMൻ്റെ ഒരു B ടീം പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു. അതായത് പിണറായിയുടെ അടിമപ്പണി ചെയ്യുന്ന അല്ലെങ്കിൽ പിണറായിയുടെ പുറകെ പോകുന്ന എന്തിനും രാജാവിൻ്റെ പുറകെ പോകുന്ന ദാസന്മാരായിട്ട് CPI മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ബിനോയ് വിശ്വത്തെ വിമർശിച്ച അണികൾ ഒരുപക്ഷെ ഈ ഒരു കാര്യത്തിൽ എങ്ങനെയാണ് CPI എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളത് ജിജ്ഞാസയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തിങ്കളാഴ്ചയാണ് CPI യോഗം ചേരുന്നത്. അതിലാണ് ഒരു നിർണായ തീരുമാനമെടുക്കുന്ന. CPI ഇനി കോൺഗ്രസിലേക്കാണോ അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കുന്നു എന്നൊന്നും അറിയാൻ പറ്റില്ല. സ്വതന്ത്രമായിട്ടൊക്കെ CPIക്ക് എത്ര നാൾ നിൽക്കാൻ പറ്റുമെന്നുള്ളത് ഒന്നാമത് ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴേ അണികളില്ല, കുറച്ച് ഈ പറയുന്ന യൂത്ത് ഒന്നും അധികമായിട്ട് വരുന്നില്ല CPIയിൽ. അപ്പോൾ ഇനി സ്വതന്ത്രമായിട്ട് നിൽക്കുന്നോ കോൺഗ്രസിലേക്ക് പോകുന്നോ എന്നുള്ളത്, ഇതിലും നല്ല നിങ്ങൾ കോൺഗ്രസിലേക്ക് പോകുന്നത് എന്ന് ജനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ അടിമപ്പണിക്ക് പോകുന്നത്? CPI എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു മറ്റൊരു ഘടകകക്ഷിയായിട്ട് പറയുമ്പോൾ ഒരേ ആശയങ്ങൾ, ഒരേ ദീർഘവീക്ഷണമുള്ള ഒരേ പാർട്ടിയായിട്ട് ഒരേ രീതിയിൽ പോകുന്ന ഇവർക്ക് ഒരു വ്യത്യസ്ത രീതിയിലേക്ക് CPM പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് അവരുടെ പുറകെ പോകുന്നത്? നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ അതേ രീതിയിൽ തന്നെ കൊണ്ടുപോകുമെന്ന് ജനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും CPIക്കാണ് ഇപ്പോൾ ഏറ്റവും അധികം ക്രോധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്ത് തീരുമാനിക്കണമെന്നറിയില്ല. ഇതിൽ നിന്ന് വിട്ടു നിൽക്കണോ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് വിട്ടു നിന്നേ പറ്റൂ. അല്ലെങ്കിൽ CPI എന്ന് പറയുന്ന ഒരു പാർട്ടിയെ ചവറ്റുകുട്ടയിലെറിയാൻ ജനം പറയും. ഒരുപക്ഷെ അതിൽ നിൽക്കുന്നവർ പോലും ഒരുപക്ഷെ ഇതിൽ നിന്ന് പിന്മാറിയെന്ന് വരാം, നേരെ കോൺഗ്രസിലോട്ട് പോയെന്ന് വരാം, അല്ലെങ്കിൽ BJPയിൽ ഇതിലും ഭേദം BJP ആണ്, നട്ടലുള്ളവന്മാരാണല്ലോ, എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് പോകാം എന്ന് വിചാരിക്കും. പക്ഷേ അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഇനി CPI ഒരു തീരുമാനമെടുക്കുന്നത്. ഇനി CPI അങ്ങനെ മറികടന്നുകൊണ്ട് CPMന് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അത് നമ്മൾ നേരത്തെയുള്ള പല കാര്യങ്ങളിൽ കണ്ടിട്ടുള്ള തോമസ് ചാണ്ടിയുടെ മറ്റേ കായൽ കയ്യേറ്റവുമായിട്ട് ബന്ധപ്പെട്ട് 2017 ചാണ്ടി രാജിവെക്കണമെന്നുള്ളൊരു തീരുമാനം വന്നപ്പോൾ CPM അതിനെ പ്രയോഗിച്ച് തോമസ് ചാണ്ടി രാജിവെക്കേണ്ട എന്ന് പറഞ്ഞു ഒരു കുറേ പ്രതിരോധിച്ച് നോക്കി. പക്ഷേ CPI പറഞ്ഞില്ല, രാജിവെച്ചേ പറ്റൂ, ഞങ്ങൾ വരില്ല എന്ന് 4 മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തില്ല. അവസാനം രാജിവെക്കേണ്ടുന്ന രീതിയിൽ CPM കൊണ്ടുവന്ന് എത്തിക്കേണ്ടി വന്നു. രണ്ടാമത് നമുക്കറിയാം അജിത് കുമാറിൻ്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ADGP അജിത് കുമാറിൻ്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ക്രമസമാധാന ആ ഒരു ചുമതലയിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റേണ്ടി, ഇതൊക്കെ CPIയുടെ മർദ്ദനമാണ്. ഒരു തിരുത്തൽ പാർട്ടിയായിട്ട് എപ്പോഴും CPMൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. അത് ഒരുപക്ഷെ നല്ലത് തന്നെയാണ്. CPMന് കണ്ണ് കാണാതെ ചില സമയത്ത് ലെക്കിട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ CPI നിയന്ത്രിച്ച് പിണറായി വിജയനെയൊക്കെ ഒന്ന് നിയന്ത്രിച്ച് നിർത്തുന്നത് കൊണ്ട് തന്നെയാണ് ഈ LDF സർക്കാർ ഇങ്ങനെ പോകുന്നത് തന്നെ. അല്ലെങ്കിൽ പല ആശയങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അവരൊക്കെ പോകുന്നത്. ഇതിപ്പോൾ വന്നിരിക്കുന്നത് ഇതേ
CPA പോലും അറിയിക്കാതെ രാത്രിക്ക് രാത്രി ശിവൻകുട്ടി ഇത്തരത്തിലുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ട് ഒരു വാർത്താ സമ്മേളനം നടത്തി കഴിഞ്ഞിരിക്കും. അപ്പോഴാണ് മാധ്യമങ്ങളാണ് അറിയിക്കുന്നത് CPA ദേ നിങ്ങളുടെ പാർട്ടി ദേണ്ട ഇങ്ങനെയൊക്കെ നടത്തിയിരുന്നു, ബിനോയ് വിശ്വമൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കി, ഞാൻ അറിയാതെ ഇങ്ങനെ നടത്തിയോ? അല്ല, ഏത് ബിനോയ് വിശ്വം, എന്ത് ബിനോയ് വിശ്വം, എന്ത് CPA എന്ന് അത് പിന്നെ ഇന്നലെ ഗോവിന്ദമാഷ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ അങ്ങനെ എടുത്തോ? CPA അങ്ങനെയല്ല, ഞങ്ങളുടെ ഒരു ഇത് പാർട്ടിയാണ്, അത് കൃത്യമായിട്ട് അവർക്ക് കൊണ്ടു. അത് ഒരു പക്ഷേ CPA ഇതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന്റെ പണിയാണ് 8ന്റെ അല്ല 18ന്റെ പണി കിട്ടും എന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് പെട്ടെന്ന് തിരുത്തിയത്. അതായത് മുമ്പും ഇത്തരത്തിൽ മന്ത്രിസഭയിലെ പോലും ഒരു 2ാം നിരയിലേക്ക് തള്ളപ്പെടുന്നുണ്ട് എന്ന് CPI മന്ത്രിമാരുടെ പരാതി പലരും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ അനിൽ അടക്കമുള്ള മന്ത്രിമാർ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താണ് PM ശ്രീ, ഞങ്ങൾക്ക് കൂടി പറഞ്ഞു തരൂ, എന്താണ് PM ശ്രീ? അല്ല, ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 1-2 തവണ മന്ത്രിസഭാ മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടി, അല്ലാതെ തന്നെ LDF സർക്കാരിന്റെ മീറ്റിംഗ് യോഗം ചേർന്നു. ഇതിലെല്ലാം CPI പറഞ്ഞു നമുക്കിത് വേണ്ട, നമ്മളിത് കളയാം. അത് തന്നെയാണ് പിണറായി സർക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത്. ശിവൻകുട്ടി എന്താ പറഞ്ഞത്? ദേശീയ നയമൊന്നും ഇവിടെ നടപ്പിലാക്കാൻ ഞങ്ങളുടെ പിള്ളേരുടെ അടുത്ത് എടുക്കത്തില്ല. SFI എന്തായിരുന്നു പറഞ്ഞേ? അതിനെതിരെ സമരം ചെയ്യുകയല്ലേ ചെയ്തത്. ഇവിടെ കൊണ്ടുവന്ന തൂത്തുവാരിയറി ഈ കാൽവട്ടം ഞങ്ങൾ വെട്ടും, കൈ വെട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന SFIയുടെ മുഖത്ത് പോലും അടിക്കുന്ന അടിയായി പോയില്ലേ ഇപ്പോൾ ശിവൻകുട്ടി കാണിച്ചു വെച്ചത്. എന്തിനും ശിവൻകുട്ടി മാഷ് ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന SFIയിലെ കുട്ടി നേതാക്കന്മാരുടെ അനക്കമേ ഇല്ല. ഇന്നലെ അവരൊന്നും മുഖം കാണിച്ചു, ഞങ്ങൾക്ക് അറിയില്ല എന്താന്നുള്ള അന്വേഷിക്കട്ടെന്ന്. അല്ലാതെ സാധാരണ SFI കുട്ടി നേതാക്കന്മാരൊക്കെ എന്തെങ്കിലും എടുത്ത വാളെടുക്കുന്നതിന് മുമ്പ് ഇറങ്ങി തിരിച്ച് വെട്ടും കുത്തും നടത്തുന്ന SFI പ്രവർത്തകർ മാളത്തിൽ ഒളിവാണ് കാണുക. കാരണം അവർ നാണം കെട്ടുപോയി. കാരണം CPM ഒറ്റ ഘടകകക്ഷി പോട്ട് തൻ്റെ കൂടെയുള്ള പാർട്ടി SFIയിലെയോ DYFI ആരെങ്കിലും ഒന്ന് അറിയിച്ചോ? ഇല്ല. സ്വന്തമായിട്ട് പിണറായി വിജയനും ഗോവിന്ദമാഷും ശിവൻകുട്ടിയും കൂടെ ചേർന്ന് ഒരു തീരുമാനം എടുത്ത് അങ്ങ് ഒപ്പുവിട്ടങ്ങ് കൊടുത്തു. ഇത് ആരോട് ചോദിച്ചിട്ടാണ്? ഒറ്റ പ്രതിപക്ഷത്തോട് പിന്നെ ഒട്ടും ചോദിക്കാറില്ല, ഉള്ള ആൾക്ക് മന്ത്രിമാരോടെങ്കിലും ചോദിക്കണ്ട. ആരോടും ചോദിക്കാതെ ഒരു ഒപ്പങ്ങ് ഇട്ട് കൊടുത്ത് ആർക്കും അറിയില്ല. പെട്ടെന്നുണ്ടായ ഈ ഒപ്പിടിയിൽ എന്താണെന്നുള്ള പ്രതിപക്ഷം ചോദിക്കുന്നു. പിണറായി വിജയൻ ഡൽഹി പോയതിന് ശേഷം അമിത്ഷായെ കണ്ടതിന് ശേഷമാണ് ഈ ഒരു മനമാറ്റം ഉണ്ടായത്. PM ശ്രീ പദ്ധതി 17-ാം തീയതി ഒരാഴ്ച മുമ്പേ തന്നെ ധാരണാപത്രം ഇവിടെ AKG സെന്ററിൽ ഉൾപ്പെടെ ഇവിടെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ ശിവൻകുട്ടിയുടെ കയ്യിൽ ഉൾപ്പെടെ വന്നു കിട്ടിയതാണ്. ഇത് ഇന്നത്തെ കാലത്ത് ഇന്നലെ പലരും ചോദിക്കുന്നുണ്ട്, ഇതൊന്നും എടുത്ത് കൈമാറുന്നതിന് വലിയ താമസമൊന്നുമില്ലല്ലോ, വാട്സപ്പിൽ അയച്ചു കൊടുക്കാലോ, അല്ലെങ്കിൽ വിളിച്ച് തൊട്ടടുത്ത് തന്നെയല്ലേ CPIയുടെ ഹെഡ് ഓഫീസ്, അപ്പോൾ അവിടെ കൊണ്ടുവന്ന് കൊടുക്കാമല്ലോ, അവരുമായിട്ട് സംസാരിക്കാമല്ലോ. ഇതൊന്നും ചെയ്യാതെ പെട്ടെന്ന് രാത്രിക്ക് രാത്രി ഒരു കള്ളന്മാരെ പോലെ ഒപ്പിട്ട് കൊടുത്തത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത്. ഇനി PM ശ്രീ പദ്ധതിയെ പറ്റി ഇവരിപ്പോൾ പറയുന്നു അത് നടപ്പിലാക്കട്ടെ, ഞങ്ങൾ അവരുടെ RSSന്റെ കാവ്യവൽക്കരണമൊന്നും ഞങ്ങളുടെ പാഠപുസ്തകത്തിൽ നടക്കത്തില്ല. ഒന്നുമില്ല. PM ശ്രീ പദ്ധതിയിൽ ആദ്യം വരുന്നത് അവരുടെ ദേശീയ തലത്തിലുള്ള പാഠപുസ്തകങ്ങളുടെ പഠനം തന്നെയാണ്. മറ്റുള്ള സാങ്കേതിക വിദ്യകളുടെ മികവൊക്കെ 2ാമത് തവണയാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? അപ്പോൾ ഞങ്ങൾ കാശ് വാങ്ങിയിട്ടോ ഇനി ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ മോദിയാണ് ഇവിടെ ഭരിക്കുന്നത്. മോദിയുടെ ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ശിവൻകുട്ടിയെ പൊക്കിയെടുത്തോണ്ട് പോകാൻ കേന്ദ്രത്തിന് അറിയാം, കേന്ദ്ര സർക്കാരിനറിയാം. എനിക്ക് തോന്നുന്നു ആ ഒരു ഭയം അവർക്കുണ്ടെന്ന് തോന്നുന്നു. മറ്റെന്തോണ്ട് രാഷ്ട്രീയ ഒരു എന്തോ സമ്മർദ്ദം പിണറായി വിജയന് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് മാത്രം ബാക്കി നിൽക്കുമ്പോഴുള്ള പെട്ടെന്നൊരു ധൃതി പിടിച്ചുള്ള ഒരു PM അതിന്റെ ആവശ്യമില്ല. 6 മാസം കഴിഞ്ഞാൽ അത് നിർത്തിയിടും. ഇനിയിപ്പം ഈ പറയുന്ന വിദ്യാഭ്യാസ മേഖല വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇവരൊക്കെ ഇനി എന്ത് നടപ്പിലാക്കാനാണ്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണെങ്കിലും അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഇതിപ്പോൾ ഈ പറയുന്ന ടീച്ചേഴ്സ് അധ്യാപകർക്ക് 7,000-8,000 വരുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുത്തില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. 1000 കോടി രൂപയോളം കിട്ടുമെന്ന് പറയുന്നത് 971 കോടിയാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുമോ, ഇതേ തമിഴ്നാട് സർക്കാർ സ്റ്റാലിൻ എന്താണ് ചെയ്തത്? നേരെ ഹൈക്കോടതിയിൽ പോയി അവർ വാദിച്ച് 538 കോടി രൂപ ഇപ്പോൾ ഹൈക്കോടതി വിധി വന്നിരിക്കുകയാണ് തമിഴ്നാട് സർക്കാരിന് കൊടുക്കാം വിദ്യാഭ്യാസത്തിന് വേണ്ടി. പിന്നോക്ക വിഭാഗത്തിലുള്ളവർക്കൊക്കെ ഉൾപ്പെടെയുള്ള ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് 538 കോടി രൂപ അവർ വാങ്ങിച്ചെടുത്തു. കേന്ദ്ര സർക്കാർ കൊടുത്തേ പറ്റി. ഇത് എന്തുകൊണ്ട് നമ്മുടെ കേരള സർക്കാർ ചെയ്തില്ല? അപ്പോൾ ഇതൊക്കെ വെറും ഒട്ടാപ്പോക്ക് നയങ്ങളെന്നുള്ളതേ നമുക്ക് പറയാൻ പറ്റൂ. അല്ലാതെ ഈ പറയുന്നതാണ് കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, അങ്ങനെയാണ്, നട്ടലാണ്, ഇരട്ടച്ചങ്ങനാണ്, ഒന്നുമില്ല. എല്ലാം തൂത്തുവാരി ഇപ്പം സത്യം പറഞ്ഞാൽ നാണം കെട്ട് തവിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ ദേശീയ വിദ്യാഭ്യാസ സമ്പ്രദായമായിട്ട് ബന്ധപ്പെട്ട് ഈ ദേശീയ RSSന്റെ കാവ്യവൽക്കരണമാണ് അവർ വെക്കുന്നതുകൊണ്ട് അത് തന്നെ ഇവിടെ പഠിപ്പിക്കേണ്ടി വരും. കാരണം ധാരണാപത്രം ഇനി മാറ്റാനൊന്നും പറ്റത്തില്ല. ഈ പറയുന്ന പത്രത്തിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് അയ്യോ നാളെ ഞങ്ങൾക്ക്
സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അത് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം വായിച്ചിട്ടാണല്ലോ ഒപ്പിട്ട് കൊടുത്തേക്കുന്നത്. അത് കൃത്യമായിട്ട് ഈ ഒരു പഠനം ഇവിടെ നടത്തിയേ പറ്റത്തുള്ളൂ. പിന്നെ ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ ഇവർ കവർന്നെടുക്കും, പൊതുവിദ്യാലയങ്ങൾ കേന്ദ്രത്തിന്റെ കീഴിലാവും, ഇതൊക്കെ ഒരു പക്ഷെ നടന്നെന്ന് വരാം. അതിന് ഒന്നുകിൽ സ്റ്റാലിനെ പോലെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടം ഇരട്ടച്ചക്കനം ഉണ്ടായിരിക്കണമായിരുന്നു, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി. ഇതൊന്നും അല്ല സംഭവം. ഈ സംഭവം എന്ന് പറയുന്ന മറ്റെന്തോ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം പിണറായി വിജയൻ ഉണ്ടായി. പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നുള്ള രീതി, എന്നും ആർക്കും ചെയ്തു കൊടുക്കാവുന്ന ഒരു മനസ്സുള്ള ഒരു വിദ്യാർത്ഥി ഒരാളാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി. അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ കാര്യം, ഒരു വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിലേക്ക് പോകുന്നവരെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഒരു പാവം പിടിച്ച സാധുവായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. വിദ്യാഭ്യാസ മന്ത്രി ആകാനുള്ള യോഗ്യതയൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ അസുഖങ്ങളൊക്കെയാണ് പലപ്പോഴും ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ വിളിച്ചത്ത് പറയുകയൊക്കെ ചെയ്യുന്നത്. ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ സ്വഭാവം അനുസരിച്ച് ആരെയും വിശ്വസിക്കുകയും ഒരാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ സൗഹൃദത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു സ്വഭാവം. അത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ നിയമസഭയിൽ കണ്ടത്. വയ്യാണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിറച്ച കൈകളുകൊണ്ട് കവർ ചെയ്തിരിക്കുന്ന പിണറായിയെ കവർ ചെയ്തിരിക്കുന്ന ശിവൻകുട്ടിയെ നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ്? എന്നെ തൊട്ടിട്ടേ ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ തൊടു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സൗഹൃദമാണ്. അതൊക്കെ ഒരു ഭാഗത്ത് നല്ലത് തന്നെയാണ്. പക്ഷേ എന്തിനാണ് ഇപ്പോൾ പിണറായി വിജയനെ കവർ ചെയ്യാനാണോ, പിണറായി വിജയന്റെ ഒന്നും ഏക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വയം ത്യജിക്കുവാണോ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ ഒരു ഇത് എന്നുള്ളത്? അദ്ദേഹത്തിന്റെ കരിയറിൽ, അദ്ദേഹത്തിന്റെ മന്ത്രി എന്നുള്ള തരത്തിൽ അദ്ദേഹത്തിന് അവസാന ഈ ഒരു കാലഘട്ടത്തിൽ പോലും അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത്രയും ത്യജിക്കേണ്ടുന്ന ഒരു സ്വഭാവം? കാരണം അദ്ദേഹം വന്നതിന് ശേഷം കുറേ മാറ്റങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സ്കൂളുകൾ ഹൈടെക് സ്കൂളുകളായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത്രയും ഒരു ഗ്രാഫ് ഉയർന്നു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സുകൾ ഇന്നലെ എനിക്ക് കണ്ടപ്പോൾ സങ്കടം വന്നു. കാരണം ഒരു പക്ഷേ അദ്ദേഹത്തിനെ പിന്തുണച്ചിരുന്ന നിരവധി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ അമ്മമാരും അച്ഛന്മാരും വന്ന് അദ്ദേഹത്തിന് ചീത്ത വിളിക്കുന്ന രംഗമാണ് നമുക്ക് ഇന്നലെ കമൻറ്റ് ബോക്സ് തുറന്നാൽ കാണുന്നത്. ഒരു പക്ഷേ അദ്ദേഹം എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ട ഒരുപാട് അഭിവാദ്യങ്ങൾ പറയുന്നിടത്താണ് ഇന്നലെ അത്രയും. എന്തുകൊണ്ടാണ് സ്വന്തം കരിയർ അല്ലെങ്കിൽ സ്വന്തം ഇതുപോലെ മോശമാക്കിക്കൊണ്ട് പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യാനാണ് എന്തുവാണ് കാര്യമെന്നുള്ളത് അറിയില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ കഴിയും. CPI ഏതായാലും ഇതിന് കൈ കൊടുക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. CPI ഒരു കാലത്തും കൈ കൊടുക്കാൻ സാധ്യതയില്ല. കാരണം അവർക്കേറ്റ വല്ലാത്ത ഒരു അടിയാണിത്. വെറും പട്ടിയെ പോലെ അവരെ കാണുന്ന ഈ ഒരു തരത്തിൽ അവരിനി CPI എത്രമാത്രം കൂട്ടിച്ചേരുമെന്നുള്ള അറിയില്ല. ഇപ്പോൾ വരുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് ഈ ഒരു ധാരണാപത്രത്തെ മാറ്റിവെച്ചു എന്നുള്ളത്. അത് പുറമേ മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാൻ വേണ്ടി മാത്രമുള്ള ധാരണാപത്രത്തിൽ ഒപ്പിട്ട് അവിടെ കൊടുക്ക് കേന്ദ്രത്തിന് കൈമാറി. ഇനി അതിൽ നിന്ന് പിന്മാറാൻ പറ്റത്തില്ല. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ ഇനി CPI അനുനയിപ്പിക്കും, SFI പ്രവർത്തകരെ എങ്ങനെ അനുനയിപ്പിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അതോ ഇവരെല്ലാം പിണറായി വിജയൻ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ അടിമകളായിട്ട് വീണ്ടും തുടരുമോ എന്നുള്ളതും നമുക്ക് കണ്ടറിയാം. അങ്ങനെയെങ്കിൽ CJP എന്നത് ജനം പറയുന്ന സത്യമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് വ്യക്തമാവുകയാണ്. മറ്റു വാർത്തയുമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം.